പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒക്ടോബർ 1-ാം തീയതി ലോക വയോജന ദിനമാണ്. ഇതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ മാസം അവസാന ഞായർ മുതിർന്ന പൗരന്മാരുടെ ഞായറായി ക്രൈസ്തവ സഭ കൊണ്ടാടുന്നു. ലോകരാഷ്ട്രങ്ങൾ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വാർദ്ധക്യ ജനസംഖ്യ. ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം വയോജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ 60 കഴിഞ്ഞവരുടെ ജനസംഖ്യ 3 ഇരട്ടിയായി വർദ്ധിച്ചു. വൃദ്ധജനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആരോഗ്യ സംരക്ഷണത്തിലെ പുരോഗതിയും വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയുമാണ് ഇതിന് കാരണം. എന്നാൽ വയോജനങ്ങളെ അവഗണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യവും ഭാരതമാണ്. ദൈനംദിന ജീവിതത്തിൽ വയോധികർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ഏറെയാണ്. പുറം ലോകം അറിയാത്ത ധാരാളം സംഭവങ്ങൾ അണിയറയിൽ അരങ്ങേറുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ വന്ന ഫോട്ടോയും വാർത്തയും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. കുറച്ച് സാമാനങ്ങൾ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് കടത്തിണ്ണയിലിരിക്കുന്ന ഒരു വൃദ്ധമാതാവ്. അടിക്കുറിപ്പിനോട് ചേർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിലായിരുന്ന മക്കൾ നാട്ടിൽ അമ്മയോ അപ്പനോ തനിയെ താമസിക്കുന്നത് അപകടമാണെന്ന് പലരും പറഞ്ഞ് അറിയുകയുണ്ടായി. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ അവർ അമ്മയെ നിർബന്ധിച്ചു ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കണമെന്ന്. പക്ഷേ അമ്മ അതിന് വഴങ്ങിയില്ല. അവധി കഴിഞ്ഞ് അമേരിക്കയിൽ മടങ്ങിപ്പോയ മക്കൾ 1 മാസം കഴിഞ്ഞപ്പോൾ മരുമകള് വീണ്ടും കേരളത്തിലേക്ക് വന്നു. അനുനയ രൂപത്തിൽ അമ്മയോട് പറഞ്ഞു, അമ്മ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറണം. അമ്മ വഴങ്ങിയില്ല. ഒരു ദിവസം രാവിലെ അമ്മയുടെ കുറെ സാധനങ്ങൾ, തുണികളും മറ്റും എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് അമ്മയെ പിടിച്ച് മുറ്റത്തേക്ക് ഇറക്കി കതവ് പൂട്ടി ഗേറ്റും പൂട്ടി ആ മരുമകൾ തിരികെ പറക്കുകയുണ്ടായി. ഇത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന ഒരു സംഭവമാണ്. ഭക്ഷണ സുരക്ഷിതത്വമില്ലായ്മ, ആരോഗ്യ പ്രശ്നം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഒറ്റപ്പെടൽ, തടങ്കൽ ജീവിതം തുടങ്ങിയ ഒട്ടനവധി മാനസിക ശാരീരിക പീഡനം അനുഭവിക്കുന്നവരാണ് വയോധികർ. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ചിന്താവിഷയം വളരെ പ്രസക്തമാണ്. കെയറിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ് ദി എൽഡർലി. പ്രായമായവരെ കരുതുകയും സ്വീകരിക്കുകയും ചെയ്യുക. 3 കാര്യങ്ങളാണ് പ്രധാനമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വാർദ്ധക്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക. ശൈശവദശയിലൂടെയാണ് മനുഷ്യജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് ബാല്യം, കൗമാരം, യൗവനം എന്നീ ഘട്ടങ്ങളിലൂടെ കടന്ന് ഒരു വ്യക്തി വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏറ്റവും സംഘർഷം നിറഞ്ഞ ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം. പലരും ഇഷ്ടപ്പെടാത്ത, വിമുഖത കാട്ടുന്ന ഒരു കാലഘട്ടം. തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ചിലെ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് കോട്ടയത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് കോട്ടയത്തേക്ക് ഒരു ടിക്കറ്റ് ചോദിച്ചപ്പോൾ കൗണ്ടറിലിരുന്ന പെൺകുട്ടി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, സീനിയർ ആണോ എന്ന്. ആദ്യമായി ഹൃദയത്തിലൂടെ ഒരു വെള്ളിടി പാഞ്ഞ നിമിഷം. സധൈര്യം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണം. കാരണം ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം. ശരീരം പ്രായമായിക്കൊള്ളട്ടെ, ജരാനരകൾ ബാധിക്കട്ടെ, കേൾവിക്കുറവും കാഴ്ചക്കുറവും ഉണ്ടാകട്ടെ, മേനിയിൽ ചുളിവുകൾ ബാധിക്കട്ടെ, പക്ഷെ മനസ്സ് യൗവനമായിരിക്കണം. മനസ്സും ശരീരവും ഒരുപോലെ വാർദ്ധക്യം പ്രാപിക്കരുത്. വയോജകരുടെ ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം
എന്ന ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നു. 6 കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സബ്ജക്റ്റീവ് പ്രിസെപ്ഷൻ, ആത്മനിഷ്ഠ ധാരണ, ആത്മനിഷ്ഠ ആശയവാദം എന്നൊക്കെ അതിനെ പറയാം. സബ്ജക്റ്റീവ് ഐഡിയലിസം. 2, ഹോളിസ്റ്റിക് വെൽബീയിങ്, സമഗ്ര ക്ഷേമം, ശാരീരിക മാനസിക ക്ഷേമം. 3, ആക്റ്റീവ് എൻഗേജ്മെന്റ്, സജീവ ഇടപെടൽ. 4, സോഷ്യൽ കണക്ഷൻസ്, സാമൂഹ്യ ബന്ധങ്ങൾ. 5, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരിസ്ഥിതിക ഘടകങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ഇണങ്ങിക്കഴിയുക. 6, പേഴ്സണൽ കൺട്രോൾ, സ്വയ നിയന്ത്രണം. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കും വിജയപരാജയങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വ്യക്തി. ജ്യേഷ്ഠനെ പറ്റിച്ച, അപ്പനെ കബളിപ്പിച്ച, ദൈവത്തോട് മല്ലുപിടിച്ചവൻ. എന്നാൽ യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. വാർദ്ധക്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഫറവോന്റെ മുൻപിൽ നിൽക്കുന്ന യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഭാഷ അനുഗ്രഹത്തിന്റെ ഭാഷയായിരിക്കണം. രണ്ടാമത് യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. ഈ ലോക ജീവിതം ഒരു പരദേശ പ്രയാണമാണ്. കാരണം നമ്മുടെ ദേശം ഇവിടെയല്ല, നാം ഈ ലോകക്കാരല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് നാം സ്വർഗീയ പൗരന്മാരാണ് എന്ന തിരിച്ചറിവ്. 3, മനുഷ്യന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും ആകുന്നു. ഈ ലോകത്തിൽ കഷ്ടതയും ഭാരവും പ്രയാസവും വേദനയും ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ കഷ്ടതയില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നാട് നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വാർദ്ധക്യ പ്രശ്നങ്ങൾ ഒരു നൂതന വിഷയമല്ല. മനുഷ്യന്റെ ഉൽപ്പത്തിയോളം അതിന് പഴക്കമുണ്ട്. 37-ാം സങ്കീർത്തനം 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുന്നത്, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ആകുലതയിൽ നിന്നുള്ള പ്രാർത്ഥനയാണിത്. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ച ജനത്തിന് നൽകിയ 10 കൽപ്പനകളിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഏതു പ്രായത്തിലായാലും അപ്പനും അമ്മയും ബഹുമാനിക്കപ്പെടണം. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ യാക്കോബിന്റെ വാർദ്ധക്യം നിരാശാജനകമായ വാർദ്ധക്യമായിരുന്നു. അദ്ദേഹം പറയുന്നത്, എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കും എന്നാണ്. എന്നാൽ യോസഫുമായുള്ള കൂടിക്കാഴ്ചയിൽ യാക്കോബ് കൃതാർത്ഥനാകുന്നു. തന്റെ ഉയർച്ചയിൽ യോസഫ് തന്റെ വാർദ്ധക്യ പിതാവിനെ ചേർത്തു നിർത്തുന്നു എന്നുള്ളത് നമുക്കൊരു മാതൃകയാവും. ഏതൊരു സമൂഹത്തിന്റെയും അനുഭവ സമ്പത്താണ് വാർദ്ധക്യ ജനത. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 7-ാം വാക്യം, പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ പറഞ്ഞു തരും. വയോജനങ്ങളെ സംരക്ഷിക്കുവാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. മക്കൾ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കണം. നമ്മുടെ സഭയിലും സമൂഹത്തിലും വൃദ്ധ മാതാപിതാക്കളുടെ സംഖ്യ അനസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ സഭ കണ്ടെത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്തായാലും വൃദ്ധജനത സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അവസാനമായി 3-ാമത്, വാർദ്ധക്യം അനുഗ്രഹമാണ്, അംഗീകരിക്കപ്പെടേണ്ട അവസ്ഥയാണ്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യത്തിൽ, മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്,
നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാം. 91 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും എന്ന്. സുവിശേഷ ഭാഗത്തിലെ ശിമിയോൻ എന്ന വൃദ്ധനെ എത്ര പ്രൗഢിയോടെയാണ് സുവിശേഷം അടയാളപ്പെടുത്തുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ശിമിയോൻ നീതിമാനാണ്, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനാണ്, ആത്മാഭിഷിക്തനാണ്, പ്രവാചകനാണ്, ക്രിസ്തുവിനെ കയ്യിലേന്തിയവനാണ്. ശിമിയോന്റെ പാട്ട് ആരാധനകളിൽ നാം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സഭ ശിമിയോന്റെ പാട്ട് ഏറ്റെടുക്കുവാൻ കാരണം? ശിമിയോൻ ക്രിസ്തുവിനെയും ക്രിസ്തു ദൗത്യങ്ങളെയും തിരിച്ചറിഞ്ഞവനാണ്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷ സാർവത്രികമെന്ന് പ്രഖ്യാപിച്ചവൻ, ദൈവമൊരുക്കിയ രക്ഷയെ ദർശിച്ചവൻ. എത്ര സംതൃപ്തിയോടെയാണ് ശിമയോൻ പറയുന്നത്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കുന്നു എന്ന്. ശിമയോൻ എന്ന വന്യ വയോധികന്റെ ജീവിത സാക്ഷാത്കാരം സുവിശേഷത്തിലെ മറ്റൊരു സുവിശേഷമാണ്. ശിമയോൻ മശീഹായെ ദർശിക്കുവാൻ കാത്തിരുന്നത് പോലെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ദർശിക്കുന്നതിനായി, അല്ലെങ്കിൽ അവന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. എത്ര നാൾ ശിമയോൻ മശീഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് നമുക്ക് നിശ്ചയമില്ല. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് 300 വർഷം കാത്തിരുന്നു എന്നാണ്. അത് വിശ്വസനീയമോ എന്ന് എനിക്കറിയില്ല. എന്തുമാകട്ടെ, പ്രതീക്ഷ കൈവിടാതെ കർത്താവിനെ കാത്തിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആയതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വൃദ്ധ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, സംരക്ഷണം ലഭിക്കാതിരിക്കുന്നവർ, ഭക്ഷണം ഇല്ലാതെ ഭാരപ്പെടുന്നവർ, ആരോഗ്യ സംരക്ഷണമില്ലാത്തവർ, അങ്ങനെയുള്ളവരെയൊക്കെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. വാർദ്ധക്യകാലത്ത് നിന്നിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിപ്പാൻ, ശിമയോനെ പോലെ നിന്റെ വരവിനായി കാത്തിരിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണ്, കർത്തവ്യമാണ്, സഭയുടെ ഒരു ചുമതലയാണ്, ശുശ്രൂഷയാണ് എന്ന് ഓർക്കുവാൻ തിരുമേനി ഞങ്ങൾക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകണം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.